Hi, welcome to Be Like Butterflies. ഇന്ന് നമ്മൾ ഒരു സ്കിൻ ടൈറ്റനിങ് മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്കിൻ ടൈറ്റനിങ് ക്രീം എന്ന് പറയാം. ഒരു നല്ലൊരു ക്രീം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്കിൻ ടൈറ്റൻ ആവും, സ്കിന്നിന് നല്ലൊരു കളർ, ഇൻസ്റ്റന്റ് കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുറച്ച് ഏജ് ഉള്ളവർക്ക് ഒരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് വരെ യൂസ് ചെയ്യാം. അത്ര നല്ല എഫക്റ്റാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആവും, ഓപ്പൺ പോഴ്സൊക്കെ നന്നായിട്ട് ക്ലോസ് ആവും. നല്ല എഫക്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്. ആ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് അതിൻ്റെ വെള്ള മാത്രമാണ് വേണ്ടത്. മഞ്ഞ എടുക്കരുത്. മഞ്ഞ ഇതിൽ വീഴാതെ നോക്കണം. വീണാലും നമ്മളതിട്ട് മാറ്റണം. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ള എടുക്കാം. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള ഫുൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ്. നമുക്ക് വേണ്ടത് ഒരു 1.5 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് 1.5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മളെ മുട്ട നന്നായിട്ട് പതപ്പിക്കില്ലേ, അതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. നമ്മളിതിലാകെ ചേർത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയും പഞ്ചസാര പൊടിച്ച് മാത്രമാണ്. 1.5 സ്പൂൺ കേട്ടോ. ഒരു മുട്ടയ്ക്ക് 1.5 സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എങ്കിലും നന്നായിട്ട് പതപ്പിച്ചാലേ നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഷോൾഡർ പെയിൻ, കൈ നന്നായിട്ട് വേദനിക്കുന്ന പോലെ തോന്നും. പക്ഷേ എന്നാലും നമ്മളിത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ അത് നമുക്ക് ഒരു 3 തവണത്തേക്കൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാകും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ, ഞാൻ ഇപ്പോൾ ഫോക്കാണ് യൂസ് ചെയ്യണത്, ഫോക്ക് കൊണ്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതപ്പിച്ച് നല്ല ക്രീം കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഞാൻ ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇതൊരു ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് വരെ എങ്ങനെയായാലും ബീറ്റ് ചെയ്യേണ്ടി വരും. എന്നാലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം. കുറച്ചധികം നേരം നമ്മളിത് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കൺസിസ്റ്റൻസിയിൽ നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി, നെക്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 30 വയസ്സിന് മുകളിലായിട്ടുള്ളവർ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക നല്ലതാണ്. കാരണം അവർക്ക് നമ്മുടെ ഈ റിങ്കിൾസൊക്കെ ഇല്ലേ, നന്നായിട്ട് നമ്മുടെ ഫേസ് ടൈറ്റ് ആവും. അതനുസരിച്ച് ഇത് തേച്ച് കഴിഞ്ഞാൽ സംസാരിക്കാനും പാടില്ല. സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക. നന്നായിട്ട് ടൈറ്റ് ആവും. അപ്പോൾ മുട്ടയാണെങ്കിലും പഞ്ചസാരയുടെ പൊടിയാണെങ്കിലും അത്രയും നല്ല ബെനിഫിറ്റാണ് സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിത് കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇത് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്താലും അത്ര ക്ലിയർ ആവില്ല. അപ്പോൾ നമുക്കിത് കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വൈറ്റ് ക്രീം പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ, കുറച്ചധികം നേരം കൂടെ ബീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഫേസിന് ഇതിപ്പോൾ ഞാൻ തുടയ്ക്കുന്നില്ല. ഞാൻ ഏതായാലും ഇത് വെക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് ഡ്രൈ ആവും. ഇതിപ്പോൾ എനിക്ക് സംസാരിക്കാം. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഇതൊന്ന് ഡ്രൈ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. കാരണം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് റിങ്കിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു 30 വയസ്സിന് മേലായിട്ടുള്ളവർക്ക് ഇത് ഭയങ്കര നല്ല എഫക്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൈറ്റനിങ് ലുക്ക് കിട്ടും. ആൻറ്റി ഏജിങ്ങിന് അങ്ങനെ ഒരു ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ അധികം ദിവസമൊന്നും ഇരിക്കില്ല. അപ്പോൾ 1-2 ദിവസമൊക്കെ വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു
10 തൊട്ട് 15 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ ഇങ്ങനെ കിടക്കും, ഒരു യൂസ് ഉണ്ടാവില്ല. ഇതുപോലെ ആയി കിട്ടണം, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.